ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാനായിട്ട് ചെയ്യണത്. പിന്നെ നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കട്ടയില്ലാതെ കലക്കിയിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഐസ്ക്രീമും അത്യാവശ്യം മധുരമുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് പകരം. അപ്പോൾ അതാ പാല് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ പൗഡർ അതിൽ കലക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്നിങ്ങനെ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൽ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലുള്ളൂ അത് സെറ്റായി കിട്ടുക. അപ്പോൾ അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ. പിന്നെ ആ ടൈം കൊണ്ട് അവിടെ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളിതിൽ മുന്തിരിയും പിന്നെ കശുവണ്ടിയും ബദാമും പിന്നെ പിസ്തയും പിന്നെ നമ്മളെ അത്തിപ്പഴമാണ് കേട്ടോ. അത് അത്തിപ്പഴവും ഈത്തപ്പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളും റുമ്മാമ്പഴമാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിത് ഇവിടെ പണിയെടുത്തപ്പോഴത്തേന് കുട്ടി കാട്ടി വെച്ചതാണ് കേട്ടോ. അത് ബാക്കി ഉണ്ടായിരുന്ന കസ്റ്റാർഡ് പൗഡർ മൊത്തം അവിടെ തട്ടിക്കളഞ്ഞിക്കാണ് കേട്ടോ ഓള്. ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന് അത് ചെയ്തപ്പോഴത്തേന് ഓള് അതൊക്കെ അവിടെ ഇതാക്കി കൊണ്ടു. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ആയി കൊണ്ടു. അപ്പോൾ നമ്മൾ ഈ ഇളക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പാടെ ഇതിലിട്ടിട്ട് ഒന്നെണ്ണം ഇളക്കി കൊടുക്കട്ടെ. നമ്മളടുത്ത് എത്ര ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അതിൽ പിന്നെ ഒരു പഴം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോബസ്റ്റ് പഴമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്നിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാനിട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ കഴിക്കണ ഓരോ ബോളൊക്കെ ഇതിങ്ങനെ ആക്കാനിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ബൗളിലാണ് ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. ഈ ഐസ്ക്രീം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും വാങ്ങിയേക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഐസ്ക്രീം. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ മുകളിൽ ഈ 2 സ്പൂൺ ഇതും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യണം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മോൻ്റെ ഫ്രണ്ട്സുകൾ 2 ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് 2 ആൾക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളിടയ്ക്ക് ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബായ്. അസ്സലാമു അലൈക്കും.